നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ കുട്ടനെല്ലൂരിൽ പോലീസ് ജീപ്പ് മറിഞ്ഞ് ഡിവൈഎസ്പി ഉൾപ്പെടെ 2 പോലീസുകാർക്ക് പരിക്ക്. ഡിവൈഎസ്പി ബൈജു പൗലോസിനും ജീപ്പ് ഓടിച്ചിരുന്ന പോലീസ് ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഡിവൈഎസ്പി ബൈജു പൗലോസ്. ഇന്ന് രാവിലെ 8:30 കുട്ടനെല്ലൂരിൽ വെച്ച് ഈ അപകടമുണ്ടായിരിക്കുന്നത്. പരിക്കേറ്റ 2 പേരെയും ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിൽ ബൈജു പൗലോസിന്റെ കൈയൊടിഞ്ഞു. ജീപ്പ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമാണ് ബൈജു പൗലോസ്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് ഈ അപകടത്തിൽ എന്ന നടുക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. എറണാകുളത്ത് നിന്ന് തൃശൂർ പോലീസ് അക്കാദമിയിലേക്ക് കോഴ്സിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു ഡിവൈഎസ്പി ബൈജു പൗലോസ്. തൃശൂരിൽ നിന്ന് മണ്ണുത്തിലേക്ക് പോകുന്ന പ്രധാന ഹൈവേയോട് ചേർന്നുള്ള കുട്ടനെല്ലൂർ മേൽപ്പാലം കഴിഞ്ഞിറങ്ങുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. അപകടം നടക്കുന്ന സമയത്ത് പ്രദേശത്ത് കനത്ത മഴയായിരുന്നു. കനത്ത മഴയിൽ വാഹന നിയന്ത്രണം നഷ്ടപ്പെട്ട് ഹൈവേയിൽ നിന്ന് തെന്നിമാറി റോഡരികിലെ പൊന്തക്കാട് കടന്ന് വലിയ കാനയിലേക്ക് പതിക്കുകയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് പൂർണ്ണമായും കാനയിൽ പതിച്ച നിലയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ദേഹമാസകലം പരിക്കുകളുണ്ട്. ജീപ്പ് ഓടിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് ഡ്രൈവർ പത്മകുമാറിനും പരിക്കേറ്റിട്ടുണ്ട്. ജീപ്പിന്റെ മുൻവശത്തെ ചില്ല് പൂർണ്ണമായും തകരുകയും വാഹനത്തിന് വലിയ കേടുപാടുകളാണ് സംഭവിച്ചിരിക്കുന്നത്. അപകട സ്ഥലത്ത് ഓടിക്കൂടിയ നാട്ടുകാരാണ് വാഹനത്തിൽ നിന്ന് ഡിവൈഎസ്പിയെയും ഡ്രൈവറെയും ഏറെ കഷ്ടപ്പെട്ട് പുറത്തെടുത്തത്. ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയ ശേഷമാണ് ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തിയത്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയനായ ഒരു ഉദ്യോഗസ്ഥനാണ് ബൈജു പൗലോസ്. അദ്ദേഹത്തിനെതിരെ പരാതിയുമായി ചില സാക്ഷികളൊക്കെ ഹൈക്കോടതിയിൽ വന്നതൊക്കെ വാർത്തയായതാണ്. അതായത് വ്യാജമൊഴി നൽകാൻ ബൈജു പൗലോസ് ഭീഷണിപ്പെടുത്തിയെന്ന് സാക്ഷിയായ സാഗർ വിൻസെന്റ് അടക്കമുള്ളവർ പരാതിപ്പെട്ടിരുന്നു ബൈജു പൗലോസിനെതിരെ. തുടരന്വേഷണത്തിന്റെ പേരിൽ ബൈജു പൗലോസ് ഉപദ്രവിക്കുമെന്ന് ആശങ്കയുണ്ടെന്നും ചോദ്യം ചെയ്യലിന് ബൈജു പൗലോസ് നൽകിയ നോട്ടീസിലെ തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടും ഹർജി നൽകിയിരുന്നു. മാത്രമല്ല, നടി ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ കയ്യിലുണ്ട് എന്ന് നടൻ ദിലീപ് കോടതിയെ അറിയിച്ചിരുന്നു. അത് ദിലീപിന്റെ നിർമ്മാണ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷനിൽ എത്തിയോ എന്നറിയാൻ ബൈജു പൗലോസ് അവിടെ പരിശോധന നടത്തിയിരുന്നു. ദൃശ്യങ്ങൾ മറ്റുള്ളവരുടെ കൈകളിലെത്തി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ അത് കോടതിയിൽ എത്തിക്കാൻ ബൈജു പൗലോസിനോട് നിർദ്ദേശിക്കണമെന്ന് ദിലീപ് വിചാരണ കോടതിയിൽ ആവശ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന അടക്കമുള്ള വാദം ദിലീപ് ബൈജു പൗലോസിനെതിരെ ഉന്നയിച്ചിരുന്നു. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമവും കെട്ടിച്ചമച്ചതാണെന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന ഉദ്യോഗസ്ഥനാണ് ബൈജു പൗലോസ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.